ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രൊവിഷൻ ടിപ്പിങ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബസ് മിലിറ്ററി ഇന്ത്യയിൽ നമ്മൾ കൊണ്ടുവന്ന ബസ്സൊക്കെ ഗൈസ്. സിംഗമാണ് നമ്മൾ കൊണ്ടുവന്നത് ഗൈസ്. സിംഗത്തിൻ്റെ ഗിയർ എന്നില്ലേ, സിംഗത്തിലെ ഓട്ടോമാറ്റിക് ഗിയർ മാനുവൽ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഇതുണ്ട് ഗൈസ്, നമ്മുടെ സൈഡിൽ വണ്ണസും ബ്യൂട്ടിയും. അതേത് വണ്ടിയാണെന്ന് എനിക്കറിയില്ല, ഇറങ്ങി പോയേക്കോട്ടെ. അതേത് വണ്ടിയാണെന്ന് നോക്കി, എനിക്ക് ബാക്ക് ഉണ്ടായിരുന്നു മനസ്സിലോട്ട് ഗൈസ്. അത്രയോട്ട് നമ്മളെ വണ്ണസ് ഉണ്ട്, അതേമാതിരി ബ്യൂട്ടി ഉണ്ട്. ബസ് ഏതാ നോക്കിയാട്ടെ. ഇതിഹാസോ? അതന്നെ, ഇതിഹാസമാണ് ഗൈസ്. സംഭവം നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും ഇതെന്താ ഇങ്ങനെയൊക്കെ വരുന്നതെന്നല്ലേ. അയ്യോ, ഇതെന്താ ഇങ്ങനെ, ഇന്റെ ബസ് ഇതാണല്ലോ, പിന്നെ ഈ ബസ്സൊക്കെ വിടുന്നതെന്ന് വിചാരിക്കണ്ടാവില്ലേ. സംഭവം എന്താണെന്ന് വെച്ചാലേ, നമ്മൾ ഈ ബസ് കയറി കഴിഞ്ഞാൽ ഈ മോഡ് ബസ് ആകുമ്പോൾ നമ്മളെ ടോപ്പിൽ കണ്ടോ 1 2 3 എന്ന് പറഞ്ഞ് 3 ബട്ടൺ ഉണ്ടാവും. ഇതിലിപ്പോൾ ഞാൻ 3 ഓൺ ആക്കി ഇട്ടതിനോണ്ടാണ് അങ്ങനെ. 3 ഇതാണ് സാധാരണ കണ്ടോ, അത് ഓഫ് ആയി കഴിഞ്ഞാൽ എല്ലാം പോയി. പോർട്ടബിൾ ഗാരേജ് മതി, അത് ഓണായി കഴിഞ്ഞാൽ ഗാരേജ് കൊണ്ടുവന്നോളൂ. ഞാൻ വണ്ടി മുമ്പോട്ട് എടുത്താൽ അതിൻ്റെ കൂടെ വരും ചെയ്യും. ബോർ സാധനം കണ്ടോ അത് നമ്മളെ കൂടെ വരും. അതാണ് ചടപ്പ്. അപ്പോൾ നമുക്ക് ഓഫാക്കി ഇടാം. അപ്പോൾ നിർത്തുമ്പോഴൊക്കെ അങ്ങനെ ഇട്ടേക്കാന്നല്ലാതെ അതിനെ കൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് ഈ സിംഗത്തിൻ്റെ പ്രത്യേകത എന്താ, കംപ്ലീറ്റ് ലൈറ്റാണ് വണ്ടി. എനിക്ക് ഇഷ്ടമായതാ, കംപ്ലീറ്റ് ലൈറ്റിൻ്റെ പൂര വണ്ടി. അത് മാത്രമല്ല, അത് കണ്ടോ ഫ്രണ്ടിലെ വൈപ്പർ, ഇത് നമ്മൾ ഇന്ത്യയാണ് കേട്ടോ. ഞാൻ ഇന്ത്യയിൽ മോഡ് കയറ്റാൻ മോഡ് കയ്യായി ഒന്നുമില്ല. പക്ഷെ ചില സമയത്ത് ബഗ് കൊണ്ട് മോഡ് വർക്കാവില്ല. മോഡ് ഗെയിമിൽ വരും, പക്ഷെ സ്റ്റാർട്ടാവില്ല. കരിയർ മോഡ് സെലക്ട് ചെയ്ത് സ്റ്റാർട്ടാവില്ല. ഇന്നിപ്പോൾ സിങ്ക് സ്റ്റാർട്ടായി കിട്ടി എനിക്ക് എന്തോ ഭാഗ്യത്തിൽ. സിങ്ക് കിട്ടി, കൊമ്പനും കിട്ടി കഴിച്ചു. വേറെ ചിലതൊന്നും സൗണ്ടൊക്കെ ഉണ്ട്, ചിലതൊന്നും കിട്ടി വരില്ല. കിട്ടി മഴ അത് പറഞ്ഞോളൂ. അതിൻ്റെ വൈപ്പർ നിൽക്കണ കേസ് അതൊരു ഹൈലൈറ്റായി. സെറ്റ് ഒരു ഹൈലൈറ്റ്, പക്ഷെ ഒന്നും ആയില്ല എന്നുള്ളൂ. വെറുതെ ഒരു ഡിസൈൻ ഇങ്ങനെ ഇട്ടേക്കാന്നുള്ളൂ ആ വൈപ്പറിനെ കൊണ്ട്. അതൊക്കെ ഉള്ള അതിനെ കൊണ്ടുള്ള വിവരമല്ല ഇന്ന് ക്ലാസ്സിനുള്ള ആയുള്ളത്. വണ്ടി അത്യാവശ്യം സ്പീഡുള്ള വണ്ടിയാണ്. എവിടെയാ മോനെ, ഞാൻ മറ്റേ എന്താ പറയുക പാസ്. അയ്യോ, ഇരുപതെനിക്ക് അതാണ് ഇഷ്ടപ്പെടാത്ത. പാസിലിടുമ്പോൾ ഉള്ളിലൊക്കെ ലേറ്റ് എത്തും. മഴ ചെയ്യുമ്പോൾ എല്ലാവരും ലേറ്റ് ഇട്ടിട്ടുണ്ടാവും, പിന്നെ നമുക്കൂടെ എടിയാ ഗായ്സ്. DRലൊക്കെ പ്രകാശം എന്ന് പറഞ്ഞാൽ ലോകന്റെ അവിടെ അടിയിലുണ്ട്, സൈഡിൽ മണ്ടോന്റെ അവിടെ എല്ലോടുണ്ട്. DRൽ ഇത് പൊളിച്ചു ഇന്റീരിയറിലും ഉണ്ട്. സിംഗം തൂക്കി, മോഡുകളിൽ സിംഗം തൂക്കി ഉള്ള പറയാം. എച്ചാതി സാധനമാണ് നോക്കിയാൽ. ഉള്ളിൽ മറ്റേ ക്യാബിൻ ലൈറ്റ് എല്ലാം ഉണ്ട്, അത് പിങ്ക് കളറാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനേ ഇടി കഴിയണ വരെ തൽക്കാലത്തിന് ഇപ്പോൾ സൗണ്ട് കുറച്ചിടാം. കാരണം എന്താ പറയുക, പിന്നെ സ്പീക്കറിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഓട്ടോക്കാരൻ കുറെ നേരമായല്ലോ. കൊക്കക്കൊലി പവർ ഹൗസ്. ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ഗ്രാനി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കാരണം നമ്മളെ ഗ്രാനിൻ്റെ ഹലോവിൻ്റെ ഫ്രണ്ട് ഡോർ എസ്കേപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എടാ, ഇത് ടെർമിനൽ ആൻഡ് സ്ട്രീറ്റ്. ടെർമിനൽ മാത്രം ഏറ്റെടുത്താൽ അതില്ലേ. പിന്നെ ഞാനത് മറന്നു. മഴ പോയി, ഇനി സൗണ്ട് കൂട്ടാം. മീറ്റർ ഒന്നും വർക്കിംഗ് അല്ല ഗൈസ്.
ഇത് എപ്പോൾ ശരിയായി? ഇത് ലാഗിൻ്റെ എപ്പോൾ ശരിയായി തരാം. സൗണ്ട് അവിടെ അങ്ങനെ മുന്നെന്തി പോണ ആ ഫസ്റ്റ് മുന്നെന്തി പോയതോ. എന്തൊരു കഷ്ടമാണ്. എടുത്ത് പോടാ. ഓ ഡിവൈഡർ തീർന്നു കാണിച്ചു. അത് തീർന്നിരിക്കുമ്പോ തീർന്നിട്ടില്ലത്. തീർന്നില്ലടാ. മാപ്പിലോടാവായിട്ടാ സംഭവം. ഐ ലോഡിങ് മാപ്പായല്ലോ. വെറുതെ അല്ല ഡിവൈഡർ തീർന്നാതി തോന്നിയത്. ലോഡിങ് മാപ്പായി. എന്തൊക്കെ ഒരു കഥ. ഒന്ന് വേഗം തീർന്നു കിട്ടുമോ? തെമ്മില് സ്പീഡില്. ആൻറ്റി ഞാൻ ഈ സെലക്ട് ചെയ്ത് മാപ്പ് ഒരു അടിപൊളി മാപ്പാട്ടോ ഗൈസ്. മറ്റേ മാപ്പില്ലേ നമ്മള് വളഞ്ഞ് കയറുന്ന മാപ്പ്. ആ മാപ്പായിട്ടോ ഞാൻ അതിലെടുത്ത്. ബ്രേക്ക് ഉണ്ട് വണ്ടിക്ക്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ദമ്മിലുള്ള ബ്രേക്കും ഉണ്ട്. അടങ്ങി ഞാൻ പോണ ലൈനിലേക്ക് ഇടിച്ച് കയറാൻ മാത്രമേ പോണം. എന്താണ്ടാ റൈറ്റ് ടനക്ക് നിർത്തിയാല് സിംഗമാടാ വരുന്ന. സിംഗം മാറിയടാ. ഏടിയ ഹാൻഡ്ലിങ് സൈൻ ഇട്ടോ വണ്ടിന്റെ. എന്താ റോങ് സൈഡ് കയറിയപ്പോ ഞാൻ തന്നെ പെട്ട അവസ്ഥ. എടുത്ത് പോടാ. ഇതൊന്നും പോരടാ. എനിക്കെടുത്ത് പോ. ഓ അടുത്ത കാലം വന്ന് വണ്ടിയിലെങ്ങനെ തട്ടിച്ചാ മോനെ. റിവേഴ്സ് അടിക്കണല്ല ബുദ്ധി. ഓ മൈസൂരിലാണ് നമ്മളുള്ളത് ഇപ്പോ. ഒക്കെ മാപ്പിൽ കാണട്ടോ മൈസൂര് കണ്ടോ. മൈസൂർ എത്തി നമ്മള്. സിംഗം നമ്മളെ മൈസൂർ കൊണ്ടുവന്ന് എത്തണം. ടൈമില്ല. മാറ്. ആ ഒരു ബസ്സെങ്കിലും ഓവർടേക്ക് ചെയ്യണല്ലോ. ഓറ പോവും.
കിട്ടി 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 കിട്ടും. പ്രോയിസം അല്ലടാ ഓടിക്കുന്നത്. ഇവനൊക്കെ എന്താണ്ട കുറച്ച് നേരത്തെ നിർത്തിയാല്. ഒന്ന് പോടേ. ഇല്ല പിന്നെ വിറയൂല്ലേ. ഏയ് തട്ടി തട്ടി തട്ടാൻ ചാൻസ് ഇല്ലേ? വടായിടും. അടുത്ത ലോഡിംഗ് മാപ്പായി ഗൈസ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനായിരിക്കണം. ഇതാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതെ അതെ അതെ, ഇതാണ് ലാസ്റ്റ് മാപ്പാണിത്. അതിലാണെന്ന് തോന്നുന്നു ഡെസ്റ്റിനേഷനിൽ എത്തണേ. ഡ്രൈവ് ടു കോയമ്പത്തൂർ. അതന്നെ തന്നെ. ഞാൻ ബാംഗ്ലൂർ ടു കോയമ്പത്തൂരാണല്ലോ നമ്മളാ റൂട്ട്. അപ്പം ഞാൻ അതാ എടുത്തത്. ആ ഭാഗങ്ങൾ മൈസൂരല്ല, കോയമ്പത്തൂരിലേക്കാന്ന് തോന്നുന്നു കയറ്റുക. കോയമ്പത്തൂരിലേക്ക് അതിനോട് കയറ്റിട്ടോ, അല്ലെങ്കിൽ എപ്പോഴൊന്നും കയറ്റൂല. എപ്പോഴും പൂച്ച പാൽ പിടിക്കൂല, അത് ഓർത്താക്കണം. ചാടി പോണ മോനെ ഫസ്റ്റ് ഗിയർ ഒക്കെ ഇട്ടു. ഈ സ്റ്റോപ്പ് ഇല്ലല്ലോ കുറച്ചത്തെ ഫസ്റ്റാ. എടേ മാറ 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 സിങ്കാണ്ട വരുന്ന മാറിക്കരാ. ഐശ്ശേ, വാഗനർ പോടുന്നുണ്ട സീരി വന്നത്. നല്ലൊരു വളവ് എന്നുള്ള ഓവർടേക്കിനുള്ള നേരെ കൊക്കയിലുണ്ടാവും. മാറ 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 മാറ. എടേ ഒന്ന് മാറി താഴെ. ഈ കൊറോണ എന്താ കാട്ടിന് മുമ്പ് കിടന്നു. മജീഷ്യൻ ബിച്ചൊക്ക. ഓ പൊട്ടിച്ച് പൊളിച്ചിനി ബെൻസിന്റെ വീട്ടില്. ഒന്ന് എടുത്ത് പോട കൊറോള. ഇവനെന്താ കാട്ടണേ? ടയോട്ട കൊറോള. ഞാൻ MVD ഒക്കെ നമ്മള് പോയിട്ട് പോയാ മതിയോ? ഇനി ഞാൻ മുട്ടൂല ഈ കൊറോണനെ. ഇനി ഞാൻ മുട്ടണ പ്രശ്നല്ലേ. ചവിട്ട് 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 ചവിട്ട്. അയ്യോ മുഞ്ചി, അവിടെ ഡിവൈഡർ ഉണ്ട്. ഇനി കുറെ നേരമായല്ലോ. എടാ ഇതെന്താ സീനറിയോ? ഞാൻ ഈ ഗിയർ മാറ്റുന്ന നേരം കൊണ്ടാണ് ഈ ഈ ചുരത്തുന്ന ഗിയർ മാറ്റാൻ ഭയങ്കര ഇത്. എടിയാ റോയിസത്തിന്റെ റോഡ് കേട്ടങ്ങ്.
ഒരു ജീപ്പ് മൂവ് പോയിന്റ് റൈസ് ഓണായിട്ട് ആക്കാൻ റൈസ്. ആ ജീപ്പിനെ ഓട്ടിക്കുക ഉറപ്പാ. വളവന്ന് ഓവർടേക്കിങ് ഭയങ്കര ഒരു ഇതാ. ഇവിടുന്ന് ഞാൻ ആ ജീപ്പിന് ഓവർടേക്കിൽ എൻ്റെ പേര് ഞാൻ മാറ്റും. എടാ എന്താ ഗിയർ എടിയാ, ഞാൻ പറഞ്ഞതാ എന്തരം പേടി നോക്കിക്കണേ. ആംബുലൻസ് 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 നമ്മളങ്ങാട്ടി എമർജൻസി ഉള്ള ആംബുലൻസ് നമ്മുടെ എത്തിയിട്ട് ഓടും. നമ്മളാണ് ആംബുലൻസ് അതിൻ്റെ ഇടയിൽ കൂടെ ഇത്ര വണ്ടീനെ ഓവർടേക്ക് ആംബുലൻസ് വളവന്ന് ഇഞ്ചി കമറ്റ് ഓടെ ലെഫ്റ്റ് കൂടെ ഓവർടേക്ക് ചെയ്തിട്ട്. ഒരു ഓട്ടോക്കാരുണ്ട്, ഇവരെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഓട്ടോനെ കാര്യമാണ് ഓണ്ടില്ല. ഓടിക്കണത് ആരാ? പ്രോയിസം ഗെയിമിംഗ് ആണ് ഓടിക്കണത്. ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ പോവുള്ളൂ. ഓണോക്കി അതാണ് അതൊക്കെ ഒരു അതൊരു ഇത് വേണല്ലോ, അതിനൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആർക്കും ഇതൊക്കെ ഇങ്ങനെ പോകാം. ആൾക്കാരെ അതൊന്നും ഇടിക്കലല്ല, ഒക്കെ ചെറിയ ചെറിയ സ്ക്രാച്ച് ആണ്. ഇതൊക്കെ നോക്കാം. നമ്മളെ ഹെൽത്ത് ഇതുവരെ കുറഞ്ഞിട്ടില്ല വണ്ടീൻ്റെ. 99 തന്നെയാണ്. അത് സ്ക്രാച്ചിലൊന്നും ഹെൽത്ത് കുറവില്ല. അത് നമ്മൾ കൂട്ടരുത്. നമ്മൾ ഇടിച്ച് നിൽക്കൂല വണ്ടി. അതാണ് നമ്മൾ നോക്കേണ്ടത്. പ്രോയിസപ്റ്റിനെ ബ്ലോക്ക് ചെയ്യാൻ മാത്രം എടാ 5 കോമറ്റ് ലോഡിംഗ് മാപ്പായി. അടുത്ത ലോഡിങ്ങിലാന്ന് തോന്നുന്നല്ലോ ഡെസ്റ്റിനേഷൻ. അടുത്ത ലോഡിങ്ങിലാ കോയമ്പത്തൂർ സ്റ്റേഷനിലേക്ക് എത്തണ്ടേ. ചോര സീന. ഞാൻ കൊറോണ എന്ത് കളിയാണ്ട് കളിച്ച് ഓനെ ഓവർടേക്ക് ചെയ്യാൻ വിട്ട പാടേ ഉമ്മാതിരി പാട് ഞാൻ ആർക്കും ഉണ്ടാക്കരുത്. കൊറോളന്റെ മാതിരി ഇനി വേറെ ഏതൊരുത്തൻ വരുമായിരിക്കും. വളച്ചെടുക്കടാ. ഇന്ത്യക്കാട്ടർ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് തിരിയണം നമ്മളുണ്ടാവോ? ആ വൈക്കാരനെ ഞാൻ ഈ പാലത്ത് നോട്ടി. ഇവര് ഗിയർ മാറ്റില്ലടോ. ഓക്കെ 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 ഓക്കെ. എല്ലാം പാലത്ത് കൂടെ തന്നെ വൈ പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. ഈ വണ്ടിക്ക് 6 ഗിയർ ഉണ്ട്. 100 തന്നെ 6th ഗിയറിലൊക്കെ ആക്കാണ്ട അവസ്ഥയാണ് ഈ വണ്ടിക്ക്. 100 എത്തുന്നതിന്റെ മുമ്പേ 6th ഗിയർ എന്ത് താണ്ടാ. ഫസ്റ്റ് ഗിയർ ഇല്ല വണ്ടിക്ക്. ജസ്റ്റ് ചവിട്ടിയാൽ തന്നെ 2nd ഗിയറാ. അടി കൂടാണ്. സ്റ്റേഷൻ എത്താനായി ഗൈസ്. മാപ്പില് കാണാം. ഓക്കേ, നമ്മളെ സ്റ്റേഷനിലെത്തി ഗൈസ്. അങ്ങനെ എൻ്റെ മോനെ കൊറോണനെ വെട്ടിക്കാൻ പറ്റിയ പാട് എനിക്കല്ലേ അറിയുള്ളൂ. വല്ലാത്തൊരു തന്നെ ആയിപ്പോയി. ആ കൊറോണ പൊളിറ്റീഷ്യൻ്റെ മറ്റെന്താ പറയാ, ആ വണ്ടി ഓടിച്ചു തന്നെ എന്ത് കാട്ടണം. എത്ര ഒരു സിംഗം ബാക്കിൽ കിടന്നതിന് എന്താ പറയുക, എത്രയും ഹോണും ബ്രേറ്റൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഓനത് ചെയ്യാൻ പാടുണ്ടോ? ഓനെ കണ്ട് മാറി തരണോ? സൈഡ് എടുക്കാൻ വരണോ അവനോടൊക്കെ? ഓനെ അങ്ങനെ നിൽക്കാൻ പാടുണ്ടോ അല്ലേ? ആന്ന് സൈഡ് തന്നിക്കണോ എനിക്ക്, അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ സൈഡ് തന്നു മറ്റൊടെ തുമ്പിന് വിട്ടണ്, അതൊന്നും പാടില്ല. ഓനൊക്കെ ലൈസൻസ് കെട്ടണം. അവനൊക്കെ കാരണമാവും ലൈസൻസ് എടുത്ത്. അവനൊക്കെ കാരണം ലൈസൻസ് എടുത്ത്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് കൂട്ടിട്ടോ, ലൈക്കൊക്കെ ചെയ്യും. പിന്നെ ആ ഗ്രാനീൻ്റെ വീഡിയോ ആരും കാണാൻ മറക്കരുത്. അതെ,
ഇത്ര കഷ്ടപ്പെട്ടുണ്ടായാണ് ആ ഡോറസ്കേപ്പ് ഹലോവീൻ്റെ. ഒരു കൊള്ളും എല്ലാവർക്കും ബൈ ബൈ.